എന്താ അവിടെ? ഇവക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു ബാങ്കിന്റെ. അത് കഴിഞ്ഞ് പോണ വഴിയാ. എന്നിട്ട് വീട്ടിലോട്ടൊന്നും വന്നില്ലല്ലോ സാറേ. മോള് മറന്നോ? ഞങ്ങളങ്ങനെ പെട്ടെന്ന് മറക്കുന്നവരല്ല മാധവിയമ്മേ. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അയ്യോ, ഇനി ഒരിക്കലാവട്ടെ. പോയിട്ട് അത്യാവശ്യമുണ്ട്. അതൊന്നും പറഞ്ഞാ പറ്റില്ല. കല്യാണത്തിനോ വന്നില്ല. കൊല്ലം ഒന്ന് കഴിഞ്ഞു. ഇതിനിടയ്ക്കൊന്ന് വരാൻ തോന്നി. ഇപ്രാവശ്യം വീട്ടിൽ കയറിയിട്ട് പോയാ മതി. മോളെ, ഇത് രാമൻപിള്ള സാറ്, ഹരിയുടെ. ഓ, എനിക്കറിയാം. സുധർമ്മയല്ലേ? വീട്ടിലേക്ക് വന്നേ പറ്റൂ. എന്താ ഇത്ര ആലോചിക്കാൻ? നമുക്ക് മാധവിയമ്മയുടെ പ്രതാപമൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം, അല്ലേ മോളെ? ഓ, എന്താ എന്റെ സാറേ, എല്ലാം ഈശ്വരൻ നിശ്ചയിക്കുന്നു. വരൂ. എപ്പോ വന്നു? വന്നേ ഉള്ളൂ. അച്ഛനുണ്ട്, കണ്ടില്ലേ? ഇല്ല. അമ്മ സൽക്കരിക്കാവും. ചേച്ചി ഞാൻ ഇങ്ങോട്ട് മാറി. ഇപ്പൊ അങ്ങോട്ട് പോയി. ഞാനിവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടായല്ലേ? സുധേ, എന്നോട് പ്രതികാരം ചെയ്യാണോ? ഞാനോ? പിന്നെ എന്നും ഇങ്ങനെ സന്യാസിനെ പോലെ കഴിയാനാണോ നിശ്ചയം? ഏയ്, ആര് പറഞ്ഞു? എനിക്ക് ഒരിക്കലും പറ്റില്ല സന്യസിക്കാൻ. സന്യാസം എന്ന് പറഞ്ഞാൽ ഫിസിക്കലല്ലല്ലോ, മെന്റലല്ലേ. മനസ്സിലിപ്പോഴും ഹരിയേട്ടന് സുഖാണല്ലോ. എനിക്ക് സുഖം കിട്ടുമെന്ന് സുധയ്ക്ക് തോന്നുന്നുണ്ടോ? എക്സ്ക്യൂസ് മീ, ഹരിയേട്ടൻ നേരത്തെ വന്നല്ലോ. ഇവര് വരുമെന്നറിഞ്ഞോ? ഇല്ല, ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ക്യാൻസൽ ചെയ്തു. നാളെ ജില്ലാ വികസന സമിതി മീറ്റിംഗ് ഉണ്ട്. കുറച്ച് ഫയൽസ് പഠിക്കാനുണ്ട്. അപ്പോ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമുകളും ഉണ്ട്. ആ, ഞാൻ കാപ്പി എടുക്കാം. രണ്ടാൾക്കും സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ. ചേച്ചി ഇവിടെ ഇരിക്കൂ. ചേച്ചിയൊന്നും അല്ല കേട്ടോ, അനിയത്തിയാ. സ്ഥാനം കൊണ്ട് ഹരിയേട്ടന്റെ. സ്ഥാനം കൊണ്ട് നോക്കിയാലും മൂത്തത് ഞാനല്ല, അല്ലേ? എനിക്ക് മാഷ് ഒന്ന് കാണണം. സുധർമ്മയ്ക്ക് എത്ര വയസ്സായി? 22. അപ്പോ ഞാൻ പറഞ്ഞത് ശരിയാ. ആ, ഇരിക്കൂ. ചന്ദനം തൊട്ടില്ലേ? വേണ്ട, ഞാൻ കുളിച്ചിട്ടേ തൊടാറുള്ളൂ. എനിക്കങ്ങനെ വലിയ ഭക്തിയൊന്നുമില്ല. ഇന്ന് അമ്പലത്തിൽ പോയത് അമ്മയുടെ നിർബന്ധം കൊണ്ടാ. സുധർമ്മ വലിയ ഭക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. ആരാ ഇഷ്ടദേവൻ? എല്ലാരും ഇഷ്ടദേവതകളാണ്. പതിവായിട്ട് ശിവന്റെ അമ്പലത്തിലാ പോവാ. ഓ, ശിവഭക്തിയാണല്ലേ? അത് കണ്ടോ, സുധർമ്മയെ പോലൊരു ഭക്തയാണ് സതി. കല്യാണത്തിന് ഹരിക്ക് ഒരു അജ്ഞാതം പ്രസന്റ് ചെയ്തതാ. പക്ഷേ ഇപ്പൊ എനിക്ക് ഉറപ്പായി അതാരുടേതാണെന്ന്. ഫാന്റെ സ്പീഡ് കൂട്ടണോ? വേണ്ട. സുധർമ്മ എന്താ കല്യാണം കഴിക്കാത്തത്? വല്ല പ്രേമമുണ്ടോ? ഇല്ല. പ്രണയപരാജയമായിരിക്കും. ശരിയാണോ? വലിയ കഷ്ടാണിത്. നമ്മൾ ഒരാളെ സ്നേഹിക്കുക, മനസ്സ് ശരീരം അയാൾക്ക് നൽകുക, എന്നിട്ട് ചീറ്റ് ചെയ്താൽ അയാൾ ഇനിയും തിരിച്ചു വരുമെന്ന് വിശ്വാസമുണ്ടോ? ഇപ്പോഴും വരണുണ്ടാവും അല്ലേ? അതിന് വല്ല മന്ത്രോ പൂജയുണ്ടോ? മതി, പ്ലീസ്. നിർബന്ധിക്കണം. നല്ലൊരു ബന്ധം വരുമ്പോ അതങ്ങ് നടത്തണം. നിർബന്ധിക്കാണ്ടല്ല, സമ്മതിക്കണ്ടേ? വല്ല പശു ആടോ ആയിരുന്നെങ്കിൽ ഒന്നും നോക്കാതെ പിടിച്ചു കൊടുക്കായിരുന്നു. ഇതെനിക്ക് ഒന്നല്ലേ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും. എന്തേ എന്തേ പറ്റിയത്? എന്തിനാ നീ കരയണേ? അയ്യോ, ഈ കുട്ടിക്ക് എന്തു പറ്റി? നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നില്ലേ? എന്താ ഉണ്ടായേ? ആ കാര്യം പോട്ടെ, അതിടയ്ക്ക് അങ്ങനെയാ. അതുകൊണ്ടാണ് പുറത്ത് എവിടേക്കെങ്കിലും പോവാൻ മടി. പോട്ടെ ഹരി. ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊരു തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു കരച്ചില. അതിന് തലയ്ക്കിത്തിരിയുണ്ട്. ഭ്രാന്ത് നിനക്കാണ്. നിന്റെ തമാശയൊക്കെ എനിക്കറിയാം. എടീ,
ആ പോയ പെൺകുട്ടി അരുത് എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ താലി നിന്റെ കഴുത്തി വീഴില്ലായിരുന്നു. ഞാനത് ഇപ്പൊ പറയുന്നു. ഇത് നിനക്ക് ഭിക്ഷ കിട്ടിയതാണ്, ഭിക്ഷ. എന്തിനാ വന്നത്? അമ്പലവും പൂജയൊക്കെ ആയിട്ട് എന്റെ മോൾ എങ്ങനെയും ജീവിച്ചോട്ടെ. നിന്നോട് അവൾ ക്രൂരമായിട്ട് പെരുമാറിയല്ലേ? മാപ്പി ചോദിക്കാനാ ഞാൻ വന്നത്. ചേച്ചി മോശമായി ഒന്നും പറഞ്ഞില്ല. പിന്നെ നീ എന്തിനാ കരഞ്ഞത്? അത് ഹരിയേട്ടൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. അവരെന്തിനാ വേദനിപ്പിക്കുന്നത്? ഹരിയേട്ടന്റെ ഓർമ്മകളിൽ പോലും ഞാൻ ഉണ്ടാവാൻ പാടില്ല. കയറി വരണുണ്ടോ നീ? ഇനി നാട്ടുകാരെ കൊണ്ടും കൂടെ പറയിപ്പിക്കണം. കേറണ്ട. ഹരി തിരിച്ചു പോവാൻ നോക്ക്. ആരും മാപ്പും സമാധാനം ഒന്നും പറയണ്ട. ഭാര്യയോട് പറഞ്ഞേക്ക് പുരുഷന്മാരെ ആവാഹിക്കാനുള്ള മന്ത്രമൊന്നും എന്റെ മോക്ക് അറിയില്ലാന്നും. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഹരിദാസിനെ അവൾക്ക് ഭർത്താവായിട്ട് കിട്ടില്ലായിരുന്നു. നീ എവിടെയാ പോയത്? എത്ര നേരമായി കാത്തിരിക്കുന്നു. വീട്ടിൽ കൊണ്ടുവന്നാക്കിയോ? ഉണ്ണി നാക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ പോയി. പിന്നെ തിരിച്ചു വന്ന എന്തിനാ? അവളുടെ കൂടെ അവിടെ കിടന്നോളാൻ പാടില്ലായിരുന്നു. അടിച്ചോളൂ. ഇനി അതായിട്ട് എന്തിനു ബാക്കി വെക്കുന്നു? നിന്റെ മനസ്സിൽ പിശാചാണ്, സംശയത്തിന്റെ പിശാച്. പിശാച് അവളാണ്. ദുർമന്ത്രവാദം ചെയ്ത് നിങ്ങളെ മയക്കിയെടുത്തിരിക്കുക. ഭക്തയാണത്രേ. അവളുടെ ഒരു ഭക്തി. തകർക്ക്, എല്ലാം തകർക്ക്. എന്റെ ലൈഫ് ഇതുപോലെ നീ എറിഞ്ഞൊടിച്ചു. എന്താടാ ഒച്ച കേട്ടത്? എന്താ മോളെ ഇത്? എന്താടാ ഇതിന്റെയൊക്കെ അർത്ഥം? ഒന്നുമില്ല. യോജിക്കാൻ പാടില്ലാത്ത യോജിച്ചു, അത്ര തന്നെ. എല്ലാവർക്കും സന്തോഷാവട്ടെ. വാശി പിടിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. സമ്മതിക്കാൻ നല്ലത്. സുധാകരൻ എന്താ ഒരു കുറവ്? അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി. അനിയനെ പോലെ കരുതിയിരുന്ന ഒരാളെ. ഒക്കെ താനെ ശരിയായിക്കൊള്ളൂ. നമ്മൾ പെണ്ണുങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. കൊതിച്ചത് കിട്ടിയില്ല. നിനക്കിതാ വിധി. എന്താണ് പറയുന്നത്? ഒന്നുമില്ല. വെറുതെ എന്റെ സ്വഭാവം മാറ്റരുത്. ഞാൻ വിചാരിച്ചാൽ നടത്തിയിരിക്കും. എതിർത്താൽ അറിയാലോ നിനക്ക്. നീ എപ്പോ വന്നു? കുറെ നേരമായി. എന്നിട്ടെന്താ ഇവിടെ ഇരിക്കുന്നേ? വാ. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. സന്ദർശകർക്കുള്ള സീറ്റ് ഇവിടെയാണല്ലോ. സുധി, ഞാൻ വന്നത് അമ്മയെ ഞാൻ കൊണ്ടുപോവാണ്. എങ്ങോട്ട്? വാടകയ്ക്കാണെങ്കിലും ഇപ്പൊ എനിക്കും ഒരു വീടുണ്ട്. ഇതിലും മോശമല്ലാത്ത ഒന്ന്. അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല. അമ്മ ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ലോ. അമ്മയ്ക്ക് സമ്മതമാണ്. മറ്റാരുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല. മോളെല്ലാ കാര്യവും നോക്കിക്കൊള്ളണം. വഴക്കൊന്നും ഉണ്ടാക്കരുത്. അമ്മേ, അമ്മ പോകാൻ തീരുമാനിച്ചു. അവൻ വന്ന് വിളിക്കുമ്പോ പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെയാടാ? രണ്ടാളുടെ അടുത്തും അമ്മയ്ക്ക് നിക്കണ്ടേ? നിന്റെ കാര്യം നോക്കാൻ ഇവളുണ്ട്. അവനോ? എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് മതിയായിരുന്നു. അതല്ലേ മോനെ അമ്മ കാത്തു നിന്നത്. നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. അവന്റെ കാര്യത്തിലേ ഉള്ളൂ. വാശിയും ചുണ്ടിയും മൂക്കത്താ. അവൻ കുട്ടിയല്ലേ. അറിവും വിവരം വെക്കുമ്പോ മാറും. ഞാൻ ചെല്ലില്ലെന്ന് കരുതി പശുക്കളെയൊക്കെ നേരത്തെ ലോറി കൊണ്ടുപോയി. ഇത്രയും അഴിമതി നിറഞ്ഞൊരു ജില്ലാ ഭരണം ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല. വ്യക്തമായ തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഭംഗിയല്ല. ബഹുമാനപ്പെട്ട കലക്ടർക്ക് ഭാര്യയുടെ പേരിൽ എത്ര സമ്പാദ്യം ഉണ്ടെന്ന് ചോദിച്ചു നോക്കണം. എന്റെ ഭാര്യ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. അവർക്ക് അവരുടേതായ സമ്പാദ്യങ്ങളുണ്ട്. അരുന്ധതി ഹോട്ടലിന്റെ മതിൽ പൊളിക്കാതിരിക്കാൻ കലക്ടർക്ക് കിട്ടിയ കൈക്കൂലിയാണ് 101 പവനും ലക്ഷങ്ങളുടെ സ്വത്തും സുന്ദരിയായ യുവതിയും. പുതിയ മെമ്പർ കുറെ കൂടി മാന്യത പുലർത്തണം.
ഇവിടെ വെച്ച് വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കുന്നത് മോശമാണ്. ഇത് വ്യക്തിപരമായ കാര്യമല്ല. അരുന്ധതി ഹോട്ടൽസിന്റെ അക്യൂസേഷൻ ഫയൽ എവിടെ? മലമറിക്കുമെന്ന് വീമ്പിളക്കിയിട്ട് പിന്നെ എന്തേ കൈവിറച്ചത്? ആ ഫയൽ മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. സർക്കാർ ഭൂമി തിരിച്ചെടുക്കണം എന്ന് വ്യക്തമായി എഴുതിയ എന്റെ കുറിപ്പോടെ വിറയ്ക്കുന്നത് റവന്യൂ മിനിസ്റ്ററുടെ കൈയായിരിക്കും. ഉടൻ നടപ്പാക്കാനുള്ള തീരുമാനവുമായി ആ ഫയൽ തിരിച്ചു വന്നാൽ നടപടിയെടുക്കുമോ? തീർച്ചയായിട്ടും. കളക്ടറുടെ ഓർഡറില്ല, സണ്ണിലൂടെ റിക്വസ്റ്റ് ആണ്. ആ മതിൽ പൊളിച്ച് സർക്കാർ ഭൂമി വിട്ടുകൊടുക്കണം. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായി തീർന്നിരിക്കുന്നു. അഭിമാനം ഞങ്ങൾക്കും ലഹരി. പല വമ്പന്മാരും ഇവിടെ കളക്ടർമാരായിരുന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജയിച്ചു നിന്നു. എന്റെ മകളുടെ ഭർത്താവ് തന്നെ ഇവിടുത്തെ കളക്ടറായിരിക്കുമ്പോൾ തോൽക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. ആ ഫയൽ ഗവൺമെന്റിലേക്ക് അയച്ചിരിക്കുകയാണ്. മന്ത്രിയുടെ പോസിറ്റീവായ തീരുമാനവുമായി ഇത് മടങ്ങി വന്നാൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അരുന്ധതി ഹോട്ടൽ കോംപ്ലക്സിന്റെ മതിൽ എനിക്ക് പൊളിപ്പിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ അത് പലതിന്റെയും ആരംഭമായിരിക്കും. സൂചന എനിക്ക് മനസ്സിലായി. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്കത് ചെയ്യേണ്ടി വരും. പക്ഷേ അത് ബന്ധങ്ങളെ ബാധിക്കില്ല എന്ന് ഞാൻ ആശിക്കുന്നു. വെറുതെ ആശിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. വേണമെന്ന് വിചാരിച്ചാൽ ഹരിയേട്ടനെ തടയാൻ പറ്റും. ക്ഷമിക്കണം, അതിന് കഴിഞ്ഞൊന്നും വരില്ല. ഞാൻ ഇറങ്ങട്ടെ. വല്യേട്ടാ, അവിടെ ജയചേച്ചിയുടെ ജീവിതം പോലെയല്ല ഇവിടെ എന്റേത്. പിനിവേട്ടൻ എന്റെ ജീവനാണ്. ജയചേച്ചി ചേട്ടനെ വിട്ടുപോയാ ചേട്ടനത് ആശ്വാസയെ തരൂ. പക്ഷേ എനിക്കങ്ങനെയല്ല. അത് മറക്കാതിരിക്കോ? അരുന്ധതി ഹോട്ടൽ കോംപ്ലക്സിന്റെ ഫയൽ പ്രൊസീഡ് ചെയ്യാൻ നീ മിനിസ്റ്റർ പ്രസ് ചെയ്യരുത്. ശോഭയുടെ പേരിലാണ് അപേക്ഷ അല്ലേ? ഈ ബുദ്ധി വിശ്വനാഥൻ നായർ പറഞ്ഞു തന്നതോ അതോ അദ്ദേഹത്തിന്റെ മകള് പറഞ്ഞു തന്നതോ? ഞാൻ ശോഭയെ കണ്ടിരുന്നു. അവൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹോട്ടൽ പൊളിച്ചാൽ അവർ ശോഭയെ ഉപേക്ഷിക്കാന്നല്ലേ? തിരിച്ചു പകരം വീട്ടാൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഒരു പെണ്ണ്. കൊണ്ടുവിടണോ അവിടെ? പകരം വീട്ടാനുള്ള ആയുധമല്ല എന്റെ ഭാര്യ. എങ്കിൽ ശോഭ അനുഭവിക്കട്ടെ. സുധി, ഇത്ര കല്ലായി പോയോ നിന്റെ മനസ്സ്? ബന്ധങ്ങളൊക്കെ വെറും പാഴ്വാക്കുകളാണ്. ഇപ്പൊ ആരുടെ ജീവിതം എനിക്കൊരു പ്രശ്നമല്ല, എന്റെ തൊഴിച്ച്. അമ്മയൊന്ന് കാണണം. അമ്മ ഇവിടെ ഇല്ലല്ലോ. ശേഖരമാവന്റെ വീട്ടിൽ പോയിരിക്കാം. ആ, ഒരു വിശേഷമുണ്ട്. ശേഖരമാവന്റെ മകൾ രാധികയെ ഓർക്കുന്നുണ്ടാവല്ലോ? കുട്ടിക്കാലത്തെ ചേട്ടന്റെ കളിക്കൂട്ടുകാരി. വളർന്നപ്പോൾ ചേട്ടനെ ആശിച്ചിരുന്ന പെണ്ണ്. അവളെ ഞാൻ സ്വന്തമാക്കുന്നു. ക്ഷണക്കത്തുണ്ടാവും, വരണം. ഹരി, ഇവിടെ കിടന്നാണ് ഉറങ്ങുന്നത്? സ്വപ്നം കണ്ടുവല്ലേ? സ്വപ്നം കണ്ടു. ഞാനും കാണാൻ തുടങ്ങിയിരിക്കുന്നു ദുസ്വപ്നങ്ങൾ. ഹരി, നമുക്ക് പിരിയാം. ഞെട്ടിപ്പോയല്ലേ? ഞാൻ പ്രതീക്ഷിച്ചത് നന്ദിയോടൊരു ചിരിയായിരുന്നു. അത്രയും ആശ്വാസം. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഭ്രാന്തല്ല. 2-3 ദിവസമായിട്ട് വളരെ ആലോചിച്ചു. അവസാനം എനിക്ക് തോന്നി നമ്മൾ 2 നേർരേഖകളാണ്. നമുക്കൊരിക്കലും ഒന്നാകാൻ കഴിയില്ല. നീ കരുതുന്ന പോലെയല്ല. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയും. കഴിയുമെന്നല്ല, കഴിഞ്ഞിട്ടുണ്ട്. നീയും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ പക്ഷേ വളരെ വലുതാണ്. നമ്മൾ പരസ്പരം നശിപ്പിക്കുകയാണ്. എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം. നമ്മൾ പിരിയാണെന്ന് ആരും അറിയണ്ട. അച്ഛനും വിനോദും ആരും. ദേഷ്യം വരുമ്പോ പലതും പറഞ്ഞിട്ടുണ്ടാ. പക്ഷെ ജയ, നീ പോയാൽ പോയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തു പോകും. ഒരിക്കൽ ഞാൻ ശ്രമിക്കുകയും ചെയ്തു. നോക്ക്, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. പക്ഷേ നമ്മൾ പിരിയല്ല. ഒരു ചേഞ്ച്, എല്ലാം മറന്ന് പുതിയൊരു ജീവിതം, ഒന്നാകാനുള്ള ഒരു ഒരുക്കം. സമ്മതിച്ചു?
കുറച്ചു ദിവസം ഇവൾക്കൊരു ചേഞ്ച് വേണമെന്ന്. എന്താ ഇപ്പൊ അങ്ങനെ തോന്നുന്നു? ഒന്നുമില്ല. ഹരിയേട്ടന് വല്ലാത്ത ജോലി തിരക്ക്. പിന്നെ അമ്മ സുധീരൂടെയാണല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ബോറടിക്കുന്നു. അകത്തേക്ക് പോ. ഹരിയിരിക്കൂ. ഇല്ല, പോയിട്ട് കുറച്ച് ജോലികളുണ്ട്. വന്നിട്ടൊന്നും കഴിക്കാതെ. വേണ്ട. ഹരിദാസൻ, നിങ്ങൾ പിണങ്ങിയാണോ വന്നത്? അല്ല. ലാൻഡ് റിക്കവറി ഫയലും എന്റെ മകളും തമ്മിൽ ബന്ധമില്ലല്ലോ. അയ്യോ, അങ്ങനെ ചിന്തിക്കുന്നത് പോലും കഷ്ടമാണ്. ഞാൻ വരട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ നമ്പ്യാർ. ഗുഡ് മോർണിംഗ്. എന്താ ധൃതിയിൽ? ഇപ്പൊ ഹോം മിനിസ്റ്റർ വിളിച്ചിരുന്നു. നമ്മുടെ മൂക്കിന് താഴെ ഒരു ആന്റി സോഷ്യൽ ഗ്രൂപ്പ് വളർന്നു വരുന്നത് അറിഞ്ഞില്ലേന്നാ അങ്ങനെ ഒരു ചോദ്യം. മൂക്കിന് താഴെ എവിടെയാ? ബേപ്പൂരിൽ ഒരു മറ്റവള് ക്ഷേമരാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കണത് അറിഞ്ഞില്ലേന്ന് അക്കാര്യം അങ്ങനെ സൂചിപ്പിച്ചത്. അതിന് നമ്മൾ എന്ത് ചെയ്യും? സോഷ്യൽ വർക്കും സംഘടനയും പാടില്ലെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? പറ്റുമൊക്കെ ചെയ്യും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അവിടെ ഭരണകക്ഷിയിൽ ഒരു കുഞ്ഞുമില്ല. ഒക്കെ അവളുടെ പുറകെയാ. ഇലക്ഷൻ ഉടനെ ഉണ്ടാവും. അതാ മന്ത്രിക്ക് എത്ര ചൂട്. ഇപ്പോഴായിരിക്കും ജനങ്ങളെ പറ്റി അണികളെ പറ്റി ഓർക്കാൻ സമയം കിട്ടിയത്. ഒരു കാര്യം ചെയ്യേ, പോലീസ് ഇറങ്ങി മെമ്പർഷിപ്പ് വരിക. പാർട്ടി വളരട്ടെ. കലക്ടറേമാനുണ്ടോ? ഒന്ന് പറഞ്ഞിട്ട് വേണ്ടത് ചെയ്യാമെന്ന് വെച്ചാ. ഇല്ല, അദ്ദേഹം ടൂറില. ഇയാൾക്ക് കലക്ടറേറ്റിൽ ഇരിക്കാൻ സമയമില്ലല്ലോ. ഒരു ഒറ്റ ഉദ്യോഗസ്ഥന്മാർക്കും കണ്ടുകൂടാ. ശരിയാ, ഈ ജോലി ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും അവർക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ലല്ലോ. പാരമ്പര്യ തൊഴിലുകൾ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ വേലിക്കെട്ടുകളും ദുരഭിമാനങ്ങളും വെടിഞ്ഞ് ഈ കടപ്പുറത്തെ എന്റെ സഹോദരിമാർ പപ്പടമുണ്ടാക്കുവാനും പായ നെയ്യുവാനും കുട്ട നെയ്യുവാനും ഒക്കെ പഠിക്കാനും അവരെ അത്തരമൊരു കാഴ്ചപ്പാടിലേക്ക് നയിക്കുവാനും കഴിഞ്ഞ ശ്രീമതി രാധമയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ തൊഴിൽ യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതിന് നന്ദിയും ആഹ്ലാദവുമുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അങ്കിള് കടലിൽ പോയിട്ടുണ്ടോ? ഇല്ല. പേടിയാണല്ലേ? താരക്ക് പേടിയില്ല. മിടുക്കി. സാറിന് നന്നായിട്ടൊരു കാപ്പി തരാൻ പോലും കഴിഞ്ഞില്ല. കാപ്പി നന്നായിട്ടുണ്ട്. സൽക്കാരങ്ങളെക്കാൾ എനിക്കിഷ്ടം ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും അതിൽ പങ്കെടുക്കാനുമാണ്. ഇവിടെ അമ്പലത്തിൽ ഉത്സവമുണ്ട്. സാറ് വരൂ. അയ്യോ, സമയം കാണില്ലല്ലോ. അല്ല, ഇതിനിടയ്ക്ക് ക്ഷേത്രകാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉത്സവം എന്നൊക്കെ പറയുന്നത് സന്തോഷിക്കാനുള്ള അവസരമല്ലേ സാർ? അതെ. അടുത്ത കാലം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം തീർക്കലായിരുന്നു. ഇപ്പൊ അത് മാറി. ഉത്സവം എല്ലാവർക്കും ഉണ്ട്, ജാതിമത ഭേദമില്ലാതെ. നന്നായിരിക്കട്ടെ, കാണാം. അമ്മാവ, എന്താ ഇവിടെ വന്നിരുന്നത്? ആരും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലടാ. ശേഖരനും പറഞ്ഞില്ല, സുധിയും പറഞ്ഞില്ല. അതാണോ? പത്രത്തിലുണ്ട് വിവാഹക്ഷണം, ആർക്കും ചെല്ലാം. അത് മതിയോ? മതിയായിരിക്കും. നിന്നോടും പറഞ്ഞില്ലേ? പത്രത്തിലുണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ച് ക്ഷണിക്കണം. കുഞ്ഞുണ്ണിയമ്മാവൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ബന്ധത്തെക്കാളും പണത്തെക്കാളും ഒക്കെ വലുത് സ്വന്തം മനസ്സും ജീവിതവുമാണ്. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. ഇപ്പോ നഷ്ടപ്പെട്ട ഒരു മനസ്സും ഉലഞ്ഞ ഒരു ജീവിതവും മാത്രം. പിന്നെ വിശ്വനാഥനാരുടെ വീട്ടിൽ ഞാനൊന്ന് പോട്ടെ. ഏയോട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഒരു വർഷം കൊണ്ട് എനിക്ക് കഴിയാത്തത് കള്ളുകുടിയനങ്കിൾ വേണ്ട കുഞ്ഞുണ്ണിയമ്മാവ്. ഇപ്പോ കഥ ഇവിടെ എത്തി നിൽക്കുകയാണ്. അടുത്ത അധ്യായം സന്തോഷകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കുഞ്ഞുണ്ണിയമ്മാവനൊരു കാര്യം പറഞ്ഞാ ഓൻ ദേഷ്യപ്പെടുവോ? എന്താ ഇത്? എന്റെ വസ്തുവിന്റെ ആധാര. മഴ പെയ്ത നനയാത്ത ഒരിടവില്ല വീട്ടില്. ഇതിവിടെ വെച്ചേരെ. കുഞ്ഞുണ്ണിയമ്മാവന് എത്ര കാലം ഉണ്ടാവും? എവിടെയെങ്കിലും വീണ് ചത്ത ഓൻ മരണം. വേറെ ആരും ഉണ്ടാവില്ല. പുല വിളിക്കണം, എല്ലാം ചെയ്യണം.
ചെയ്യോ? ആധാരത്തിന്റെ കൂടെ മരണപത്രമുണ്ട്. എന്റെ എല്ലാം നിനക്കുള്ളതാ.